നമസ്കാരം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള. കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം. 6 ആഴ്ചയ്ക്കകം മുദ്രവെച്ച കവറിൽ അന്തിമ റിപ്പോർട്ട് നൽകണം. കുറ്റാരോപിതർ ഉൾപ്പെടെ ആരും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറരുതെന്നും കോടതി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലിൽ തിരിമറി നടന്നെന്ന് ഹൈക്കോടതി. കാണാതായത് 474 ഗ്രാം സ്വർണം. യോഗദണ്ഡിൽ സ്വർണം പൂശിയതിലും ക്രമക്കേട്. കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്ന് മുഖ്യമന്ത്രി. കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CBI അന്വേഷണം വേണമെന്ന് BJP. മുനമ്പം ഭൂമിയിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വേണമെന്നും ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിനും പിന്തുണ തേടി. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണമില്ല. പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. നടപടി കേന്ദ്രത്തിന്റെ എതിർപ്പ് കണക്കിലെടുത്ത്. മരുന്ന് നിർമ്മാതാക്കളുടെ വിവരം ആവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കത്ത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ 146 റൺസ് എന്ന നിലയിൽ. യശസ്വി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി. ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ADGPക്ക് നിർദ്ദേശം നൽകണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകി. അന്വേഷണ സംഘം വിപുലീകരിക്കാനും 6 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. രേഖകൾ ഹൈക്കോടതി രജിസ്ട്രാറുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അന്വേഷണ കാലയളവിൽ കുറ്റാരോപിതർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകരുതെന്നും കോടതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തരവിറക്കിക്കൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നിയമപരമായ ക്രമീകരണങ്ങളടക്കം നിർദ്ദേശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കേസിൽ തന്നെ DGPയെ കക്ഷി ചേർത്തു. DGP ഇപ്പോൾ അന്വേഷണ ചുമതലയ്ക്ക് നിയോഗിച്ചിട്ടുള്ള ADGPക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകണം. നിയമപരമായ ഒരു ഉത്തരവ് കൊടുക്കണം. ആ ഉത്തരവനുസരിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്ത് ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. 2017 മുതലുള്ള, അതായത് ഗൂഢാലോചന നടത്തിയത് 2017 മുതലാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇത്രയും വലിയൊരു തിരിമറി അവിടെ നടന്നിട്ടുള്ളത്. അതിൽ ഉദ്യോഗസ്ഥരുണ്ടാവാം, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഒരുക്കിയ ചിലപ്പോൾ അതിന്റെ ഇതിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സംഘാടകർ എന്ന് പ്രത്യേകം പറയുന്നതാണ്. അവർ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഏതായാലും എങ്ങനെയാണ്, ഏതെല്ലാം അനുമതികൾ മറികടന്നുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം പൊതിഞ്ഞ, അത് സ്വർണം പൂശിയതല്ല, വിജയമല്യ നൽകിയ സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിയത്, അതിനുശേഷം അത് ചെമ്പെന്ന് എങ്ങനെ രേഖപ്പെടുത്തിയത്, അതിനുശേഷം ഈ സ്വർണ്ണപ്പാളികൾ, അതായത് ഏതാണ്ട് 5 കിലോയോളം വരുന്ന സ്വർണം ഇതിൽ നിന്ന് ഉരുക്കി എടുക്കാൻ സാധിക്കും. ഈ സ്വർണം എവിടെ പോയി, ഇത് കണ്ടെത്തണം. അല്ലെങ്കിൽ എവിടെയാണ് ഇത് വിൽപ്പന നടത്തിയത്, കാരണം ആ സ്വർണം തിരിച്ചു ദേവസ്വത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ദ്വാരപാലക ശില്പത്തിൽ ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഈ ദ്വാരപാലക ശില്പം അടക്കം സ്വർണം പൂശിയല്ല, സ്വർണം പൊതിഞ്ഞാണ് വിജയമല്യ നൽകിയിരുന്നത്. അതിനുശേഷം ഉണ്ടായ തിരിമറികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതെല്ലാം വിശദമായ അന്വേഷണം നടത്തണം. മാധ്യമങ്ങൾക്ക് ഈ അന്വേഷണം സംബന്ധിച്ച് യാതൊരു വിവരവും നൽകരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റാരോപിതരായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുകയോ, ഈ വിവരങ്ങളൊന്നും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ പുറത്തുവിടരുത്. ഈ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതി അറിയിക്കണം. 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച രേഖകളെല്ലാം ഹൈക്കോടതി രജിസ്ട്രാറാണ് സൂക്ഷിക്കുക. ആ രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് കോടതി ഇപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ശരി, ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.
ശബരിമല ക്രമക്കേടിൽ കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരും ഹൈക്കോടതിയും ഒരേ രീതിയിലാണ് നീങ്ങുന്നത്. ബോർഡിന് വീഴ്ചയുള്ളതായി അറിവില്ല. ആർക്കൊക്കെ വീഴ്ചയുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതിൽ ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കോടതിയുടെ കണ്ടെത്തൽ ഗുരുതരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിനും ദേവസ്വം ബോർഡിനും കനത്ത തിരിച്ചടിയാണിത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും നിയമത്തിന് മുന്നിൽ വരണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമുക്കറിയാം, കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു സംഭവം ഹൈക്കോടതി തന്നെ പുറത്തു കൊണ്ടുവന്നു. അതിൽ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കാൻ, FIR എടുത്ത് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണപ്പാളി മോഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. N വാസു ദേവസ്വത്തിലെത്തിയത് മുഖ്യമന്ത്രിയുടെ നോമിനിയായാണ്. നിലവിൽ നടക്കുന്ന അന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതാണ്. ഇതിൽ സത്യം പുറത്തുവരില്ല. CBI അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നതെന്നും MT രമേശ് പറഞ്ഞു. നമുക്ക് പ്രാഥമികമായി ബോധ്യമാവുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിവുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ തീരുമാനമെടുക്കുന്ന ആരാണ്? അന്ന് പത്മകുമാറും N വാസുമാണ്. N വാസു എങ്ങനെയാണ് ദേവസ്വം ബോർഡ് മെമ്പറായത്? N വാസു ദേവസ്വം ബോർഡ് മെമ്പറായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നോമിനി ആയിട്ടാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയാണ് N വാസു സംസാരിച്ചത്. മുഖ്യമന്ത്രിയും N വാസുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് N വാസു ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ, N വാസുവിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രി അറിയാതെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുനമ്പം സംഭവത്തിൽ വഖഫ് ഭൂമിയാണ് എന്നുള്ള തർക്കം ഉന്നയിച്ചപ്പോൾ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ, ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അദ്ദേഹത്തെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷന് വസ്തുതാ വിവരം രേഖപ്പെടുത്തുവാനും അതിൽ ഉള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകുവാനുമുള്ള ചുമതല മാത്രമാണ് നൽകിയിരുന്നത്. എങ്കിലും അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് ആയിരുന്നു. അത് ചോദ്യം ചെയ്തു വന്ന ഹർജികളിലാണ് ഇതിൽ വഖഫ് എന്നുള്ള വഖഫ് ബോർഡിന്റെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് വേറൊരു അന്വേഷണം അതിൽ നടത്താനാവില്ല എന്ന് കണ്ടുകൊണ്ട് സിംഗിൾ ബെഞ്ച് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അടക്കം അതിന്റെ വിജ്ഞാപനം അടക്കം സ്റ്റേ ചെയ്തത്. അതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള വഖഫ് ഭൂമി അല്ല എന്നുള്ള, അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന് പരിഗണിക്കാവുന്ന ഭൂമി അല്ല എന്നുള്ള ഒരു വ്യാഖ്യാനം അതിനകത്ത് വരും. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ള വിധി. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളി. കേന്ദ്രത്തിന്റെ എതിർപ്പ് കണക്കിലെടുത്താണ് നടപടി. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചത്. സംഭവത്തിൽ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുവെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര അന്വേഷണമോ വിദഗ്ധ സമിതി അന്വേഷണമോ വേണമെന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം. അതിനിടെ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. മരുന്ന് നിർമ്മാതാക്കളുടെ വിവരം ശേഖരിക്കാൻ തുടങ്ങി. വിവരങ്ങൾ തേടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. കഫ് സിറപ്പ് നിർമ്മാതാക്കളുടെ വിവരം ഉടൻ കൈമാറാനാണ് നിർദ്ദേശം. അതേസമയം മധ്യപ്രദേശിൽ നിരോധിച്ച കഫ് സിറപ്പ് കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി. നിതിൻ ദ്വിവേദി എന്ന ആളാണ് അറസ്റ്റിലായത്.
ആംബുലൻസ് ഉപയോഗിച്ചാണ് ഇയാൾ മരുന്നുകൾ കടത്താൻ ശ്രമിച്ചത്. മധ്യപ്രദേശിലെ റേവ ജില്ലയിലാണ് സംഭവം നടന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാരെ കണ്ട് സംസ്ഥാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചുരൽമല ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ഗ്രാന്റായി തുക അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിലെ ആശങ്കകളടക്കം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ പുരോഗതി, ദുരിതാശ്വാസം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, എല്ലാം പ്രധാനം തന്നെ, മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, അതിന് NDRF-ൽ നിന്ന്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, 4 പ്രധാന കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനുള്ള സഹായമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായും തേടിയതെന്നാണ് പറയുന്നത്. അതിൽ എയിംസ്, അതുപോലെ വയനാട് ദുരന്ത സഹായം ഉൾപ്പെടെയുള്ളവ വരും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുമുള്ള ചർച്ചയിൽ ഉന്നയിച്ചത്? മായ 4 പ്രധാനപ്പെട്ട മന്ത്രിമാരെ എല്ലാം തന്നെ കണ്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഈ മന്ത്രിമാരെ സംസാരിച്ച കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടൽ വേണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്ക് മുൻപിലേക്ക് മുഖ്യമന്ത്രി വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാടിന്റെ ദുരിതാശ്വാസ സഹായം, ഒപ്പം തന്നെ പുനരധിവാസത്തിന് കൂടുതൽ സഹായം വേണമെന്നുള്ളതാണ്. ഇതുവരെ ഉദ്ദേശിച്ച തുകയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ തുക വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം വെച്ചു. ആ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മറ്റൊന്ന് എയിംസ് ആണ്. എയിംസിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. സംസ്ഥാനത്തുള്ള കേന്ദ്രമന്ത്രിമാർ തന്നെ അക്കാര്യത്തിൽ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് കോഴിക്കോട് ആണ് സർക്കാർ അത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അക്കാര്യം അവിടെ മാത്രമേ സർക്കാർ ഒരു നിർദ്ദേശം എന്ന നിലയിൽ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രിയെ കൂടി അറിയിച്ചിട്ടുണ്ട്. കിനാലൂരിൽ തന്നെയായിരിക്കും എയിംസ് വരണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ജെറിയാട്രിക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതായി, അത് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം, വയോജനങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു നീക്കം ആവശ്യപ്പെട്ടത്. ICMR നേതൃത്വത്തിൽ തന്നെയായിരിക്കണം അത് എന്നുള്ള കൂടി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് തീരദേശത്തെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ മറൈൻ ബറ്റാലിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട്. IRBയുടെ പ്രത്യേക സംഘമാണ് അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനെ മറൈൻ ബറ്റാലിയനായി മാറ്റിക്കൊണ്ട് ഒരു നീക്കം എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ സുപ്രധാന കാര്യങ്ങൾ. ഒപ്പം തന്നെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നൽകിയ തുകയുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ പ്രധാനമായും വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചത് വയനാടിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ആ കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനം വേണമെന്ന് ആവശ്യപ്പെട്ട് ഏതായാലും ഈ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ നിതിൻ ഗഡ്കരി നേരിട്ടെത്തി പുരോഗതി വിലയിരുത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ജനുവരിയിൽ ഇത് പൂർത്തിയായ റീച്ചുകളുടെ ഉദ്ഘാടനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നാവായിക്കുളം റിംഗ് റോഡ്, അത് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്, അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്നുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മായ പ്രശാന്ത്, അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട സംഭവത്തിൽ ഇതേതോ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയതായി കരുതുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി, അല്ലേ?
മായ, വലിയൊരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് സഭയിലടക്കം ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പോലും ഒരു തരത്തിലുള്ള നിലപാടും വ്യക്തമാക്കാതിരുന്ന മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇത്തരം ആരോപണം ഉന്നയിച്ച വ്യക്തി വന്നതിന് ശേഷം കൃത്യമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തന്നെ ചില എതിർപ്പുകൾ ഉയർന്നു. അത് തകർക്കാനുള്ള നീക്കങ്ങൾ നടന്നു. ആ നീക്കത്തിന് പിന്നിൽ ആരൊക്കെയായിരുന്നു, അവരൊക്കെ തന്നെയാണ് ഇത്തരം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അതല്ലാതെ വേറെ ആരാണ് ഗൂഢാലോചന നടത്താൻ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇത് ആരൊക്കെ നടത്തിയിട്ടുണ്ട്, അതായത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അതിന്റെ മോഷണവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പരിശോധിക്കുക, ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനകൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധിക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല കോടതിയും സർക്കാരും ഒരേ ദിശയിലാണ് ഇക്കാര്യത്തിൽ സഞ്ചരിക്കുന്നത്. ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് പിഴവുണ്ടായതായി വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരട്ടെ, ആ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുക. മുഖ്യമന്ത്രി ആ വിമർശനത്തിൽ അല്ലെങ്കിൽ ആ പ്രയോഗത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് നാടൻ പ്രയോഗമാണ്. ആ പ്രയോഗം മാറ്റിവെക്കേണ്ട സാഹചര്യമില്ല. മാത്രമല്ല നജീബ് കാന്തപുരത്തെ പരാമർശിച്ചെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ താൻ അദ്ദേഹത്തെ അല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അതിൽ ആരോഗ്യം കുറഞ്ഞ ഒരാൾ വാച്ചാൻവാടിനെ ആക്രമിക്കുന്നത് താൻ നേരിട്ട് കണ്ടതാണ്. ആ സമയത്താണ് കാറ്റടിച്ചാൽ പോലും വീഴുന്ന ആളുകൾ ഇത്തരം ഈ രംഗത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഒരു നാടൻ പ്രയോഗം നടത്തിയതാണ്. അതിനെ പിൻവലിക്കാൻ തയ്യാറല്ല. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താൻ ആരെയും വ്യക്തിപരമായോ മറ്റേതെങ്കിലും തരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആരോപണം നിൽക്കുമ്പോഴും ആ പരാമർശം മുഖ്യമന്ത്രി പിൻവലിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമലയുടെ കാര്യത്തിലാണ്. ഇതുവരെ ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ട് രാഷ്ട്രീയ ഗൂഢാലോചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുകയാണ്. അതിന് പിന്നിൽ ആരാണെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മായ, ശരി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ, നിയമസഭയിൽ നടത്തിയ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അത് നാടൻ പരാമർശമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം. കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത്. 16-ന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം. ഈ മാസം വിവിധ ഘട്ടങ്ങളിലായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു. വിദേശയാത്രയ്ക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. NDA നേതൃയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. നേതൃയോഗത്തിന് ശേഷം NDA നേതാക്കളായ PK കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി, മറ്റ് NDA നേതാക്കൾ എന്നിവർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം മോഷണവും നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡിലെയും ക്ഷേത്രങ്ങളിലും CPM-ന്റെ ഫ്രാക്ഷനിൽപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മോഷണങ്ങൾക്ക് ഇവർക്ക് വലിയ പങ്കുണ്ട്. ഇവരിലൂടെയാണ് നടപ്പാക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പാർട്ടി പ്രതിനിധികളെയല്ല എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ നിശ്ചയിച്ചത്, മന്ത്രിമാരുടെ ബന്ധുക്കളെയാണ്. അതിലൂടെയാണ് അവർ തീവട്ടിക്കൊള്ള നടത്തിയത്. ഇപ്പൊ ശബരിമലയില് UDF ഭരണകാലത്ത് ശിവകുമാറായിരുന്നു മന്ത്രി. ശിവകുമാറിന്റെ സഹോദരനാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നത്. ആ സമയത്താണ് അനാവശ്യമായിട്ട് 1,82,00,000 പാത്രങ്ങൾ വാങ്ങി വലിയ അഴിമതി നടത്തിയത്. ഇങ്ങനെ നിരവധി അഴിമതികളുണ്ട് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞൊരു 25 വർഷക്കാലമായിട്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണമോഷണവും തീവട്ടിക്കൊള്ളയും തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ നടന്നിട്ടുള്ള എല്ലാ മോഷണങ്ങളും കൊള്ളയും അത് സമഗ്രമായി അന്വേഷിക്കണം. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി പണം കവർന്ന കേസിലെ 7 പേർ അറസ്റ്റിൽ. കേസിലെ മുഖ്യ സൂത്രധാരനായ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രൻ അടക്കമാണ് അറസ്റ്റിലായത്. അതേസമയം മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കുണ്ടന്നൂർ മോഷണക്കേസിലെ മുഖ്യ സൂത്രധാരൻ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചേരാനെല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി,
ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെ റിമാൻഡ് ചെയ്തു. ഇതുവരെ പിടിയിലായവരെല്ലാം പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്ന് പോലീസ് വ്യക്തമാക്കി. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർക്കായി അന്വേഷണം ഊർജിതമാണ്. നാഷണൽ സ്റ്റീൽ കമ്പനി ഉടമ സുബിൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം കൊള്ളയടിച്ചത്. പണവുമായി കവർച്ചാ സംഘം കടന്നതിനു പിന്നാലെ സജിയെ സുബിനും കടയിലെ ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. റെക്കോർഡിലെത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ്. ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 11,210 രൂപയാണ് ഇന്നത്തെ വില. പവന് 1,360 രൂപ കുറഞ്ഞ് 89,680 രൂപയിലെത്തി. കഴിഞ്ഞ ദിവസം പവന്റെ വില 90,000-ന് മുകളിലെത്തിയിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഇടിഞ്ഞു. ഭൂട്ടാൻ കാർ കടത്തിൽ സമഗ്ര അന്വേഷണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ ഫോറൻസിക് പരിശോധന നടത്തും. വാഹനങ്ങൾ രാജ്യ അതിർത്തി കടത്തി കൊണ്ടുവന്നതിൽ നടത്തിയ പണമിടപാടുകളുടെയും അക്കൗണ്ടുകളുടെയും വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. കസ്റ്റംസിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ RTOകളും പോലീസും EDയെ സഹായിക്കുന്നുണ്ട്. ഇടനിലക്കാർ എന്ന് ആരോപിക്കുന്ന കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിലെ 2 പേരെയാണ് ഇതുവരെ ചോദ്യം ചെയ്തത്. സമാധാന നൊബേൽ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ക്കാണ് പ്രഖ്യാപനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണത്തെ സമാധാന നൊബേൽ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നത്. നൊബേൽ സമ്മാനത്തിന് ഇത്തവണ 338 നാമനിർദ്ദേശങ്ങളാണുള്ളതെന്ന് നൊബേൽ പുരസ്കാര സമിതി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 244 വ്യക്തികളും 94 സംഘടനകളാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡായാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കണക്കാക്കപ്പെടുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമ്മാനം ആർക്ക് ലഭിക്കുമെന്നത് വലിയ ആകാംക്ഷ ഉണർത്തുന്നതാണ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തി. മിൻഡനോവ മേഖലയിലെ മനായിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂറ്റൻ തിരമാലകൾ അടിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് നിന്ന് മാറാൻ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഹൈക്കോടതി ബെഞ്ചിന്റെ അനുവാദം തേടാതെയാണ് വാതിൽപ്പടികളും ദ്വാരപാലക ശില്പങ്ങളും ഇളക്കിക്കൊണ്ടുപോയത്. അത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്നും ഇതിനു പിന്നിൽ വൻ സ്രാവുകളുണ്ട്. അവരെ എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഇതിന്റെ പിന്നിൽ വൻ സ്രാവുകളുണ്ട്. ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന പരൽ മീനുകളെ മാത്രമാണ്. ഈ വൻ സ്രാവുകളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് അനങ്ങുന്നില്ല? ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഗവൺമെന്റ് നടപടി എടുക്കാതിരിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം മന്ത്രി ഇതിന് ബാധ്യസ്ഥനല്ലേ? ഇതൊന്ന് പരിശോധിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഒരു മന്ത്രി വേണ്ടേ? മന്ത്രി ഭക്തർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സർക്കാരിനെ കോടതിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മേൽനോട്ടം ഏറ്റെടുത്തത്. മന്ത്രിക്കും പ്രസിഡന്റിനും സ്ഥാനങ്ങളിൽ തുടരാൻ അവകാശമില്ല. ശബരിമലയിൽ നടന്നത് സർക്കാർ സ്പോൺസേഡ് കൊള്ളയാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിൽ പൂർണ്ണമായിട്ടും വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഇനി ഒരു നിമിഷം പോലും ഈ ദേവസ്വം ബോർഡ് തുടരാൻ യോഗ്യതയില്ല, അർഹതയില്ല. ഒരു മിനിറ്റ് വൈകാതെ ദേവസ്വം ബോർഡിനെ പുറത്താക്കാൻ തയ്യാറാണ്. ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിവുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. SITയോട് ഹൈക്കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കേരള സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഒരു മിനിറ്റ് പോലും ദേവസ്വം ബോർഡിനെ ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ശബരിമല കേസിൽ കോടതിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത് സർക്കാരിലുള്ള അവിശ്വാസമാണെന്ന് BJP നേതാവ് V മുരളീധരൻ. യോഗദണ്ഡ് ശ്രീകോവിലിൽ നിന്നും പുറത്തെടുത്ത് സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി ഇത്രയും ദിവസം ഈ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള മറുപടിയും സഭയ്ക്കകത്തോ പുറത്തോ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ആശങ്കകൾ അദ്ദേഹം ദൂരീകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കൊന്നും അറിയില്ല. അതൊക്കെ ദേവസ്വം ബോർഡ് മാത്രമാണെന്ന് ഇപ്പോഴും വാസവൻ പറയുന്നത്. വാസവൻ ഇപ്പോൾ പറയുന്നതാ ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. സർക്കാരിന് ഉത്തരവാദിത്വമില്ല. അവിടെ നടന്ന ഈ കൊള്ള
ഈ കൊള്ളയിൽ ഇവർക്കൊക്കെ പങ്കുള്ളത് കൊണ്ടാണല്ലോ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുന്നത്. ഞങ്ങൾ അതുകൊണ്ടല്ലേ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അന്വേഷണം ഇപ്പൊ കോടതി തന്നെ ഏതാണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് കൊടുക്കരുത്, ദേവസ്വത്തിന് റിപ്പോർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരുള്ളൂ. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എന്ന നിലയിലാണ്. 97 റൺസുമായി SSC ജയ്സ്വാളും അർദ്ധ സെഞ്ചുറിയുമായി സായി സുദർശനുമാണ് ക്രീസിൽ. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സ് ജയം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. രണ്ടാം ടെസ്റ്റ് കൂടി ജയിച്ചാൽ സമ്പൂർണ്ണ ജയത്തോടെ പരമ്പര സ്വന്തമാക്കാം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.